ഓ ഫാമിലി ഇപ്പം സംഭവിച്ചല്ലേ? സംഭവിച്ചു. Venga. Cuenta, que cambie. Where? I see it, but I can't find where the phone is. Ini kita sudah. Tapi kita pindah ke pindah kita ada. Ikut kamu cari ke sekolah. മൂന്നാം കാലം വീഡിയോ എടുക്കരുത്. വൈകുന്നേരത്തെ ഒരു പിടി ചോറുണ്ടാ മീൻ കറി കൂട്ടിയിട്ട് മസിനഗുഡി വഴി ഊട്ടി എന്ന് എല്ലാവരും പറയുന്നൊക്കെ. അപ്പോൾ നമ്മൾ മസിനഗുഡി വഴി ഒന്ന് ഊട്ടിയിൽ പോവുകയാണ്. ഈവനിങ് ടൈമിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു ബ്രിഡ്ജിൽ ഞങ്ങൾ കുറച്ച് പേര് വരിക്കായിട്ട് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടേ. മയിലിനിപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടു അല്ലേ, നല്ല നൈസായി. അപ്പോൾ ഇതിലും കൂടി കയറുക ടയർ ഇല്ലല്ലേ അല്ലേ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇതാട്ടോ, ഓണടിച്ച് മനുഷ്യനെ കൊല്ലും. അത്രയാ ജീപ്പുകൾ കംപ്ലീറ്റ് ബാക്കിൽ കടന്ന് അലറുകയായിരുന്നു. എന്താല്ലേ, നല്ല എത്ര കിലോ ഉണ്ടാവും ഓരോന്ന് വെച്ച്. അയ്യോ, അതിൻ്റെ ഉള്ളിലൊരു കാളട്ടോ. അതൊക്കെ അങ്ങോട്ട് വന്നിട്ട് വണ്ടി മിക്കൊരു കൂത്തട കുത്തിനെ മറിഞ്ഞിട്ട് അല്ലേ, 2 മറച്ചിൽ ഇപ്പുറത്തേക്ക് ചാടൂ. സാധാരണ എല്ലാവരും മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എപ്പോഴും പറയാം. അപ്പോൾ നമ്മൾ ഇത്രത്തോളം വൈകുണ്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ സാധാരണ ഊട്ടിയിലേക്ക് പോകുന്ന അതിനേക്കായിട്ട് ഒന്നും കൂടി എത്രയോ ഒരു എന്താ പറയുക, ഒരു സൂല് പോയ മാതിരി ഒരു അനുഭവം. കാരണം വെച്ചാൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിനെക്കാട്ടൊക്കെ കാട്ടുപോതൊക്കെ ഒന്നനെയാണ് ഉണ്ട്. പക്ഷേ ഒരു കരടീനെ കണ്ടു, എന്താ. അപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കാതെ ഒരു സൂല് പോയൊരു അനുഭവമാണ്. കാണില്ലേ, ഈ വീഡിയോനെ പറഞ്ഞ് തീരുന്നതിന് മുന്നേ അവിടെ ഒരു മയിൽ, ഇതേ കണ്ടോ, അവിടെ ഒരു മയിൽ. വാവ്, എൻ്റെ ക്യാമറ പൊളിയാട്ടോ. അത്രയും ദൂരത്തുള്ള സംഭവം ആണ് നമ്മൾ ഇത്രയും ഇതിൽ എടുത്ത്. എന്തായാലും ലൈറ്റ് പോയി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കൂടുതൽ വ്യൂ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത്രയും
എന്നിട്ട് കയറിയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഇത്രയും വ്യൂസൊക്കെ കാണും. എന്തായാലും ഇത് പൊളിക്കും തോന്നുന്നുണ്ട്. ഈ ഒരു യാത്ര ഇതൊരു വ്യത്യസ്തമാണ്. ഈ പറയുന്ന ഓരോ വീഡിയോയിൽ കാണും ഒരു വഴി ഊട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആന പിന്നാലെ കൂടുന്ന ആ ഒരു ഇത് മാത്രമല്ല, ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ്. അത് ഇവിടെ വന്ന് തന്നെ ആവണം, എന്നാലേ അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ. പിന്നെ വരുമ്പോൾ എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, നമുക്ക് ചാട്ടപ്പിക്കും. നമുക്ക് ഇവിടുത്തെ ഉള്ള വണ്ടികൾ, ഇവിടുത്തെ ടാക്സികൾ, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വണ്ടിയിൽ പോകുമ്പോൾ ബാക്കിൽ വന്നിട്ട് ഭയങ്കര അടിച്ചുകൊണ്ട് കൊല്ലം. അതെ, മഴക്കാലമാകുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര പച്ചപ്പായിരിക്കും അല്ലേ. അതായത് നമ്മൾ ബന്ദിപ്പൂർ റൂട്ട് കൂടി തന്നെ മഴക്കാലം പോകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പം ഈ വഴിയും തന്നെ നല്ല ഭംഗിയായിരിക്കും. മിക്കവാറും 2 മഴ പെയ്താൽ നല്ല പച്ചപ്പും പുല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ മസനഗുഡി ഊട്ടി യാത്രയിൽ നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് ബജിയാണോ പറഞ്ഞത്? എനിക്ക് ഉഴുന്നുവട വേണ്ടത്. ഉഴുന്നുവടല്ല അപ്പുറത്തെ നടുക്കഥ വെളിച്ചം കണ്ട് ഇപ്പുറത്ത് വെളിച്ചുണ്ട്. നമ്മൾ ഈ സമയമായി വീഡിയോ എടുത്ത് ഈ സമയമായി നമ്മളിപ്പോഴും മസനഗുഡി കഴിഞ്ഞിട്ടുള്ളേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തന്നെ കുറച്ച് ലോങ് കാണുന്ന ഒരു സംഭവമല്ലേ, ഒരു ലൈറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അത് പറഞ്ഞാൽ മല കത്തുകയാണ്. അപ്പുറത്തൊരു എയർപിൻ പോലുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ അങ്ങനെ കത്തുകയാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഹലോ ഹലോ, ഈ കണ്ടില്ലേ? വീഡിയോയിൽ നല്ല കണ്ട് പോണ വരും കാണുന്നുണ്ട്. ഫോണിൻ്റെ ഒരു ദമ്മ് നോക്കി മരം മറന്നു ഇപ്പോൾ കാണാം. അതാണ്ടോ ഒരു പാറ വലുത് മൈലമാര് ഒച്ചണ്ടാക്കാൻ തുടങ്ങി. അണ്ണന്മാര് എന്താ ആകെ കത്തിട്ട് നമ്മള് ഊട്ടിയിൽ മൊത്തം കത്തും. നമ്മളെ സൂം ചെയ്യുന്നത് ആ കോല അവിടെ കത്തിച്ചിട്ട് കുടിക്കുമ്പോ അവിടെ കോലുള്ള മലയിലുണ്ട്. അയ്യോ, കത്തി തീർന്നിട്ടേ ഇല്ല. ഞങ്ങൾ ഏകദേശം അടുത്തോണ്ടിരിക്കുകയാണ് തീന്റെ അടുത്തേക്ക്. കത്തിനോക്ക് ആടി കയറി ഞങ്ങൾ ചന്ദ്രനിൽ എത്തി പോകുന്നുണ്ട്. ഊട്ടെത്തി. അങ്ങനെ ഞങ്ങള് ബസ്സിലെ കൂടി വഴി ഊട്ടി വന്നാ. അയ്യോ രക്ഷയില്ലാന്ന് പറഞ്ഞാല് ബസ്സിലെ കൂടി വഴി വന്നിട്ട് അല്ലാ ചത്തു എന്ന് പറഞ്ഞ ചത്തു. അയ്യോ രസമുണ്ട്, പക്ഷെ പകല് കാരണം ഈ ഇവിടെ എത്തുമ്പോഴേക്കും മനുഷ്യന് ചാവുന്നുണ്ട്. അത് ചുരം കയറി തുള്ളുക. അമ്പലത്തിലെ പരിപാടി